പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സാരീസാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 6 മീറ്റർ പ്ലെയിൻ മെറ്റീരിയൽ ജോർജറ്റിൻ്റെ ആണ്. അത് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് അതിൽ ഇതുപോലത്തെ ബ്ലൂ കളറ് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുറ്റുമായിട്ട്. പിന്നെ അതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് റിബൺ എംബ്രോയ്ഡറി വർക്കാണ്. ഇതിൻ്റെ മുന്താണിയിൽ 2 കോർണറിലായിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ലേസി ഡേസി ഫ്ലവേഴ്സുമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട് ചില സ്ഥലത്തായിട്ട്. പിന്നെ നമ്മൾ ഉടുക്കുമ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നില്ലേ, ആ ഭാഗത്തും കൂടി ഞാൻ ഹെവി ആയിട്ടുള്ള വർക്കിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേപോലെ വരുന്ന ഒരു റിബൺ എംബ്രോയ്ഡറി വർക്കിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതൊരു സാറ്റിൻ ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് ആപ്ലിക് വർക്കാണ്. അപ്പോൾ ഈ പിങ്ക് കളർ ഫ്ലവേഴ്സ് കാണുന്നില്ലേ, ഈ ഫ്ലവേഴ്സുള്ള വലിയ നെറ്റിൻ്റെ ഫാബ്രിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിന്ന് ഈ ഫ്ലവേഴ്സും ലീഫും വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഞാനിതിൽ ഒട്ടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. എന്നിട്ട് അതിന് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയ ഗ്രീൻ കളർ സ്റ്റോണും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോർഡറിലായിട്ട് ഇതിന് സാധാരണ സാറ്റിൻ റിബണില്ലേ, അതുപോലത്തെ റിബണാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ താഴത്ത് വരുന്ന ഭാഗത്തും ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചെസ്റ്റ് പോർഷനിൽ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണിയിൽ കുറച്ച് ഹെവി ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ ഈ സെയിം സാരിയാണ് ഞാൻ ഉടുത്തിട്ടുള്ളത്. ഇത് ടിഷ്യൂ സിൽക്കിൻ്റെ കേരള സാരിയിൽ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതാണ്. ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇതിൻ്റെ മുന്താണിയിൽ ഇതുപോലെ 2 കോർണറിലും കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കും പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സും ഒക്കെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഉടുത്ത് കഴിയുമ്പോൾ താഴത്ത് വരുന്ന ഭാഗത്തും ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചെസ്റ്റ് പോർഷനിലും കൂടി സെയിം ഡിസൈൻ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലേസി ഡേസി ഫ്ലവർ സ്റ്റിച്ചാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു കോട്ട സാരിയാണ്, പ്ലെയിൻ സാരി ആയിരുന്നു. അതിൽ ഞാൻ ഇതുപോലെ റോസിൻ്റെ ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഇതുപോലെ നിറച്ചും ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്താണിയിലും ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ സാരി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വേണം ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളത് ഉടുത്ത് കഴിയുമ്പം അത് കളർ ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് അയൺ ചെയ്തെടുത്താൽ മതി. ഇത് ഡുപ്പിയോൺ സിൽക്ക് എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ്. ഇത് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഇതിൽ മിറർ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് പോർഷനിലും മുന്താണിയിലും ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഗോൾഡൻ ബീഡ്സും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലത്തെ ഗോൾഡനും റെഡും കളർ വരുന്ന ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെയ്യുന്ന മിറർ വർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ സെയിം സാരിയാണ് ഞാൻ ഈ ഫോട്ടോയിൽ ഉടുത്തിട്ടുള്ളത്. ടിഷ്യൂ സിൽക്കിൻ്റെ ഒരു പ്ലെയിൻ കേരള സാരി ആയിരുന്നു ഇത്. ഇതിന് മുന്താണിയിൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ മിറർ വർക്കും അതുപോലെ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ കസവ് ബോർഡറിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഗോൾഡൻ ലേസ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്താണ്. അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും ഇതുപോലെ മിറർ വർക്കും ബീഡ് വർക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ ഞാനും മോളും ഇട്ടിരിക്കുന്നതും ഞാൻ ഡിസൈൻ ചെയ്ത സെയിം സാരീസാണ്. ഇതെൻ്റെ ഒരു പഴയ സെറ്റ് മുണ്ടിനകത്ത് ആപ്ലിക് വർക്ക് ചെയ്ത് കൊടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഇത് കേരള കോട്ടൺ സാരിയിൽ ഞാൻ ഫാബ്രിക് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. മുന്താണിയിൽ മുഴുവൻ ഇതുപോലെ നിറയെ ലീഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗത്തും ഞാൻ
ഓരോരോ ലീഫ് ഡിസൈനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത സാരി. ഇതിനകത്ത് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുന്താണിയുടെ ഭാഗത്തും അതുപോലെ ചെസ്റ്റ് പോർഷനിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ലേസി ഡേസി ഫ്ലവറും ഫ്രഞ്ച് നോട്ടും അതുപോലെ ഫിഷ് ബോൺ സ്റ്റിച്ചുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിന് ഞാൻ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ലേസ് ബോർഡറായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേസ് ഫ്ലവേഴ്സാണ് ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത്. അത് ഞാൻ ലേസ് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചിട്ടാണുള്ളത്. അതുപോലെ അതിൻ്റെ മുന്താണിയിലും ചെസ്റ്റ് പോർഷനിലും ഞാൻ ഈ സെയിം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ടിഷ്യൂ സിൽക്കിൻ്റെ കേരള സാരിയാണ്. അതിൻ്റെ കസവിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഭാഗത്തായിട്ട് ഒരു 5 ഇഞ്ച് വിഡ്ത്തിലുള്ള ഇതുപോലത്തെ പ്രിൻറ്റഡ് ക്ലോത്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇത് സാരിയുടെ 2 ബോർഡറിലും അതുപോലെ തന്നെ മുന്താണിയിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ സാരിയിൽ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുന്താണിയിൽ നിറയെ ഇതുപോലത്തെ പീകോക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബോർഡറിലും മുന്താണിയിലും ബുള്ളിയൻ റോസ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഇത് മിറർ വർക്കും അതുപോലെ ബുള്ളിയൻ റോസസും കൂടി ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ കുറച്ച് ക്ഷമയും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.